നിങ്ങൾ പേഴ്സണലായിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഗൂഗിളിലേക്ക് ലീക്ക് ആകാനുള്ള കാരണക്കാരൻ ഇത്തരത്തിലുള്ള സെറ്റിംഗ്സ് ആണ്. ഈ സെറ്റിംഗ്സുകളൊക്കെ നിങ്ങളുടെ ഫോൺ വാങ്ങിച്ച അന്ന് മുതൽ തന്നെ ഇത് എനേബിൾ ആയിരിക്കും. കാരണം ഇതൊരു ഗൂഗിളിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ ഫോൺ വാങ്ങിയ അന്ന് മുതൽ തന്നെ ഇത് ഓട്ടോമാറ്റിക് എനേബിൾ ആയിരിക്കും. ഈ ഒരു മൊബൈൽ ഫോൺ കാണുന്നത് പോലെയല്ല. ഇവിടെ കാണാൻ സാധിക്കും ഡിവൈസ്, കോണ്ടാക്റ്റ്, എക്സ്റ്റേണൽ മീഡിയ, ജിമെയിൽ. ഇനി അതല്ല, നിങ്ങൾ എഴുതി വെക്കുന്ന നോട്ട്സ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇവിടെ കണ്ടിരിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇവിടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ആൻഡ്രോയിഡിൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടും ആണ് ഈ സെറ്റിംഗ്സ് എനേബിൾ ആയിരിക്കുന്നത് എന്നതാണ് ഇവിടെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ ഒരു കാരണവശാലും ഇത് ഓഫ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്റ്റേണൽ മീഡിയ, ഡിവൈസ്, കോണ്ടാക്ട്, ജിമെയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗൂഗിളിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ലീക്ക് ആകാനുള്ള കാരണക്കാരൻ ഈ ഒരു സെറ്റിംഗ്സ് ആണ്. നിർബന്ധമായിട്ടും ഇത് ഡിസേബിൾ ആക്കണം. എങ്ങനെ ഡിസേബിൾ ആക്കണം എന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഈ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഓൾ സർവീസസ് പറഞ്ഞ ഈ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യാം. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇവിടെ കാണാൻ സാധിക്കും പേഴ്സണലി യൂസിങ് ഷെയറിങ് ഡാറ്റ. അതായത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സെറ്റിംഗ്സ് മുഖേനയാണ് എന്നതാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഷെയറിങ് ഡാറ്റ പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഓരോ സെറ്റിംഗ്സും എനേബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടെ ആപ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നോട്ട്സിൻ്റെ ആപ്പോ അങ്ങനെ ഈ ജിമെയിൽ അല്ലാതെ ഏതൊക്കെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഡിസേബിൾ ആക്കി കൊടുക്കുക. ഡിസേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഗൂഗിളിലേക്ക് ഷെയർ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റിങ്സ് നിങ്ങൾ ഡിസേബിൾ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും.